ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെയാണ്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷോപ്പിംഗ് ബാഗൊക്കെ ഒത്തിരി കിട്ടാറില്ല. അതായത് ഇതുപോലുള്ള ഫാബ്രിക് ടൈപ്പ്. ഈ ഒരു ഫാബ്രിക് ബാഗ് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നോക്കി ഈ ഒരു ഫാബ്രിക് ബാഗ് വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ഷോപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ ഒരു ബാഗിന്റെ പിടിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു ഭാഗം ഞാൻ കളയുന്നില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ബാഗിന്റെ രണ്ട് സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് ഒന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. നമുക്ക് വേറൊരു ടിപ്പിന് ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ടുള്ള വേറൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചുളിവുകളില്ലാതെ നന്നായിട്ടൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ താഴ്ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുത്ത കവർ കഴിയുന്നത് വരെ മടക്കി കൊടുക്കണം. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ഭാഗം അതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു തവണ കൂടി മടക്കി കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ രണ്ട് സൈഡ് ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ സെന്റർ ഭാഗത്തുമായിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം. തുന്നാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ച് ഒട്ടിച്ചാലും മതി. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഹാൻഡിലിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് തുന്നി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടാകുന്ന വിലപ്പെട്ട രേഖകളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ആധാർ കാർഡ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോക്കറ്റിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഓരോ പോക്കറ്റിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടുകയാണെങ്കിൽ, അതായത് കബേർഡിന്റെ ഡോറിന്റെ സൈഡിലോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാ പെട്ടെന്ന് എടുക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ നമ്മൾ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും അതേപോലെ മിസ്സാവാതെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനും എളുപ്പമായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്ര ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മിസ്സാവാതെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതുപോലെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ട്രാൻസ്പെറന്റ് ടേബിൾ ഷീറ്റ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു പഴയ ടേബിൾ ഷീറ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു പാക്കറ്റിന്റെ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്കറ്റ് നമുക്ക് ആ ഒരു ബാഗിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കൊന്ന് തുന്നിക്കൊടുക്കാം. പിന്നെ നിങ്ങൾ തയ്യൽ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. നമ്മുടെ ടേബിൾ ഷീറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തയ്ച്ചെടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പർ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ പേപ്പർ ഒന്ന് കീറി മാറ്റിയാൽ മതി. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടും തോന്നിയേക്കാം. അപ്പൊ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ചതുരങ്ങളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റിച്ച് കാണാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഏതെങ്കിലും തുണിയുടെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 4 ഭാഗം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റിച്ച് ഒന്നും കാണുന്നില്ല. ഇനി ഇതിന്റെ മുകളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ മുകളിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കിയിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓവർ ചൂടിൽ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് ഈ ഒരു ബാഗും ടേബിൾ ഷീറ്റും ആവട്ടെ പെട്ടെന്ന് ഉരുകിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചൂടിൽ മാത്രം ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി.
ഇനി ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ ഓരോ സ്റ്റിച്ചിനെയും താഴ്ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ കട്ടായിക്കോളും. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ അധികം പ്രസ് ചെയ്തിട്ട്, അതായത് അമർത്തി കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ, അടിയിലത്തെ ബാഗ് കൂടി ഒന്നിച്ച് കട്ടായി പോവും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ചതുരത്തിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങനെ ഞാനിതാ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമുക്കിതാ ഇതുപോലുള്ള ഒരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള പൈപ്പോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള കമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി ഈ ഒരു പൈപ്പ് ഞാൻ നേരത്തെ മുകൾ ഭാഗം മടക്കി ഒട്ടിച്ചിട്ടില്ലായിരുന്നു, ആ ഒരു ഭാഗത്ത് കൂടി ഉള്ളിൽ കൂടി ഒന്ന് കടത്തി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ചരടാണ്. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തും ഈ ഒരു രീതിയിൽ തന്നെ ആ ഒരു ചരടിന്റെ അടുത്ത ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാലയും കമ്മലും ഒക്കെ വെച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള മാലയും കമ്മലും ഒക്കെ ഓരോ പോക്കറ്റിലായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാലയും കമ്മലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കമ്മലാട്ടെ മാലയാട്ടെ പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തുമില്ല. നമ്മുടെ കമ്മലൊക്കെ എല്ലാം കൂടി ഒരു ബോക്സിൽ ഇടുന്ന ടൈമിൽ പെട്ടെന്ന് അതിന്റെ കല്ലൊക്കെ പോയിട്ട് പെട്ടെന്ന് ചീത്തയാവും. അതേസമയം ഇതുപോലുള്ള ബാഗ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ കമ്മല് ചീത്തയാവില്ല. മാത്രമല്ല, ഇതൊരു ട്രാൻസ്പെറന്റ് കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കമ്മലൊക്കെ ഏത് പോക്കറ്റിൽ ഇട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് പോകാനും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയി തോന്നിയ ഒരു ടിപ്പ് കൂടിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു സംഭവം തന്നെ നമ്മൾ റൈസ് ബാഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലും കൂടി നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കാണിച്ചേ ഉള്ളൂ. അപ്പൊ അത് കാണണം താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ, ഞാൻ ടാഗ് ചെയ്തിടാം. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ഷോപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിംഗ് ബാഗ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. പുറകോട്ട് ഈ ഒരു രീതിയിൽ 1 or 2 പ്രാവശ്യം നമുക്ക് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു പാക്കറ്റ് അവസാനിക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 4 സൈഡും നമുക്കൊരു പോക്കറ്റ് പോലെ കാണാം. ആ ഒരു 4 സൈഡിലും നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് 2 സൈഡും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 സൈഡിലും നമുക്ക് കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് സോക്സ്, പിന്നെ അതുപോലെ തന്നെ ഇന്നേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് അടുക്കി വെക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ചെറിയ സൈസ് പാക്കറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ കിട്ടിയത്. അത്യാവശ്യം വലിയ പാക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വലിയ തുണികളൊക്കെ ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ അലമാരയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്ഥലത്ത് ഒത്തിരി തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതാ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് നമുക്ക് നെടുകെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ ഒരു പാക്കറ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, പകുതി വരെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 2 പാക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ട് ഇതുപോലൊരു പൈപ്പാണ്. പൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പായാലും മതി. ഇനി ഈ ഒരു പൈപ്പിലോട്ട് ഈ ഒരു കവർ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പൊ ഇത് അഴിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ആദ്യം ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം.
ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് 2 കവറും അതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത 2 കവറും അതുപോലെ ചുറ്റി കൊടുത്തതാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ മാറാലിയും പൊടിയും ഒക്കെ കളയാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഷോപ്പിംഗ് ബാഗ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.